പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആളുതരുന്നു നയിക്കുന്നില്ല. ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വാഗ്ദത്ത നാടും ഇസ്രായേലും. IOC-യിലെ മിലീത്യോസ് രുബീനി പറഞ്ഞതിനെ പറ്റി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ട്. അത് ഒരു കൊല്ലം മുമ്പ് ടെലികാസ്റ്റ് ചെയ്തതാണ്. പിന്നെ വീണ്ടും അത് കാണാനിടയായി. അതിൽ പിന്നെ മോർ മിലീത്യോസ് രുബീനി IOC-യിൽ തിരുമേനിയും ശ്രീമതി സുനിത ദേവദാസും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടത്. പിന്നെ തിരുമേനിയെ നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. വളരെ പണ്ഡിതനായ ഒരു ദൈവശാസ്ത്ര വിദഗ്ധനാണ് അദ്ദേഹം. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെ അഗ്രഗണ്യനുമാണ്. അതുപോലെ തന്നെ സുനിതാ മാഡം നല്ലൊരു മാധ്യമ പ്രവർത്തകയാണ്. എല്ലാ രാജ്യങ്ങളെ പറ്റിയും സാമാന്യമായ വിവരമുണ്ട്. നേതാക്കളെ പറ്റിയും നല്ലപോലെ അറിയാം. ഏത് കാര്യവും മുഖം നോക്കാതെ പറയുന്നതിൽ ശ്രീമതി സുനിതാ മാഡത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അപ്പോൾ അഭിമന്യ തിരുമേനി പറഞ്ഞതിനെപ്പറ്റി ഞാനൊന്ന് പരാമർശിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനതൊന്ന് പരിശോധിക്കുന്നല്ലാതെ തിരുമേനി വിമർശിക്കാനോ കുറ്റം പറയാനോ ഒരു തിരുമേനി തിരുത്താനോ ഞാൻ ആളല്ല. എങ്കിലും ചില സംശയങ്ങൾ വരുന്നതുകൊണ്ട് അത് പറഞ്ഞു പോകുന്നെന്ന് മാത്രം. റോമർ 11:17 മുതൽ 24 വരെ വായിക്കുമ്പോൾ ഒരു ചെടിയോട് കുരുവിലുള്ള കുരുവിതുണ്ട വിത്ത്, ആ വിത്ത് പോലെയും ഒരു ഒട്ടുകൊമ്പിന് അതിൻ്റെ വേരിനോടുള്ള ബന്ധം പോലെയുമാകുന്നു ഇസ്രായേലും യാക്കോബായ സഭയും. അദ്ദേഹത്തിൻ്റെ സഭ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പറയുന്നില്ല. ഇസ്രായേല് വേരാണ്. ആ വേരിൽ നിന്ന് പൊട്ടി മുളച്ച് വളർന്നതാണ് പുതിയ നിയമസഭ. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാനീ പറയുന്ന ഇസ്രായേലിനെ പൊക്കി പറയുന്നതല്ല. ഇസ്രായേൽ ആരോട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. ഇസ്രായേലോട് ആരോട് യുദ്ധം ചെയ്തോട്ടെ, ഞാൻ ഇസ്രായേലോട് അതിനോട് സപ്പോർട്ട് ചെയ്യുന്നതോ വിരോധം പറയുന്നൊന്നുമല്ല. ഇസ്രായേലും പുതിയ ഇസ്രായേലും പഴയ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം പഴയിൽ നിന്നാണ് പുതിയതുണ്ടായത്. അത് നമുക്ക് മറക്കാനും പറ്റൂല. അവരെ യേശു ക്രിസ്തുവിനെ തൂക്കിക്കൊന്നു, അതൊക്കെ ശരിയാണ്. കർത്താവിന് പറഞ്ഞ് ഇവർ തെറ്റ് ചെയ്തുകൊണ്ട് അവർ ക്ഷമിക്കണമെന്നും പറഞ്ഞു. പക്ഷെ ഇന്നവരെ അവർക്ക് ആ ബോധ്യം ചിലർക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും വരെ ബോധ്യം വന്നിട്ടില്ല. ആ ഭാഗത്തേക്കല്ല ഞാൻ പറയുന്നത്. ഇസ്രായേലും പഴയ ഇസ്രായേലും പുതിയ ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുരു ശരിയായി വളർന്നു വരുന്നത് പോലെ ഒന്ന് മറ്റൊന്നിലേക്ക് വളർന്നു വരുന്നു. അതാണ് രണ്ട് സഭയും തമ്മിലുള്ള ആ ബന്ധം. കർത്താവിൻ്റെ പറയുന്നുണ്ടുള്ള രക്ഷ യഹൂദന്മാരുടെ ഭാഗത്ത് നിന്നാകുന്നു. യോഹന്നാൻ 4-ാം ശബരിയാസിനോട് പറയുന്നുണ്ട്. യഹൂദന്മാരുടെ ഭാഗത്ത് നിന്ന് രക്ഷ എന്ന് പറയുന്ന രക്ഷകനായ യേശു യഹൂദ ഗോത്രത്തിൽ ജനിക്കും എന്നുള്ളത് തന്നെ. പിന്നെ വാഗ്ദത്ത നാടിനെ പറ്റി തിരുമേനി പറയുന്നതിനോട് മുഴുവൻ യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ദൈവം അബ്രാഹാമിന് കനാൻ ദേശം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അതിനാൽ ഇതിനെ വാഗ്ദത്ത നാട് എന്ന് പറയുന്നു. അത് ഉൽപ്പത്തി 12:7 ഇബ്രായ ലേഖനം 11:9 വായിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. ഒരു അല്പസമയം ഞാൻ എടുക്കുകയാണ്, അല്ലാതെ ഒരു നിർത്തിയില്ല. 12:7 യഹോവ അബ്രാഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു.
നിന്റെ സന്തതിക്ക് ആ ദേശം കൊടുക്കുമെന്ന് അരുളിച്ചു. ഏറ്റവും മുൻഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ദേശം അതെന്നറിയാം. അതുപോലെ തന്നെ എബ്രായർ 11:9 പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസത്താൽ അവൻ ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായി നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിയായും അടിസ്ഥാനമായി നിർമ്മിച്ച ആ നഗരം ഇനി വരാനിരിക്കണ ഇപ്പോഴത്തെ നഗരമല്ല. തിരുമേനി പറയുന്നതിന് അതിനായിട്ട് കാത്തിരുന്നല്ല. ഇവിടെ വാഗ്ദത്ത നാടെന്ന് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്. വാഗ്ദത്ത നാട് ഇപ്പോൾ ഇതാണ്, പിന്നെ വരുവാനിരിക്കുന്ന ലോകത്തിൽ. അത് 16-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അത് രണ്ടാമത്തെ വരവിൽ എല്ലാവർക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു നഗരമാണ് പുതിയ യെരൂശലേം. ആ വാഗ്ദത്ത നാടിലല്ല അബ്രാഹാമിന് അവകാശം കൊടുത്തത്. ആ വാഗ്ദത്ത നാട് ഈ യെരൂശലേം തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് വേദോസ്ത അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. ഇസ്രായേൽ രാജ്യം യാക്കോബിൻ്റെ സർണ്ണയും കുടുംബ പേരാണ് ഇസ്രായേൽ. യാക്കോബിൻ്റെ മക്കളെ ഇസ്രായേലരെന്ന് പറയുന്നു. അതിൽ തെറ്റില്ല. ഉൽപ്പത്തി 32:28 വായിക്കുമ്പോൾ അത് കാണാം. അതിനാൽ ഇസ്രായേൽ മക്കളുടെ രാജ്യത്തെ ഇസ്രായേൽ രാജ്യമെന്ന് പറയുന്നു. ആധുനിക കാലത്ത് ഈ പേരാണ് കനാൻ ദേശത്തിൻ്റെ യഹൂദന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കനാൻ ദേശത്തേക്കാണ് ഈ സ്ഥലം നമുക്കറിയാം. പിന്നെ വിശുദ്ധ നാട് യേശു ക്രിസ്തുവിൻ്റെ തൃപ്പാദങ്ങൾ സഞ്ചരിച്ച ദേശം ക്രിസ്ത്യാനികൾ വിശുദ്ധ നാടായി ഇരിക്കുന്നു. കർത്താവിൻ്റെ കാൽപ്പാടുകൾ കർത്താവ് അതിൽ കൂടി നടന്നുകൊണ്ട് ആ ദേശത്തെ പല സംഭവങ്ങളും അവിടെ നടന്നല്ലോ കർത്താവിനെ പറ്റിയുള്ളത്. അതുകൊണ്ട് വിശുദ്ധ നാടായിട്ട് നമ്മൾ ഇപ്പോഴും യെരൂശലേം ദേശത്തെയും ചുറ്റുപാടുള്ള സ്ഥലങ്ങളെയും നമ്മൾ വിശുദ്ധ നാട് എന്ന് പറയും. പാലും തേനും ഒഴുകുന്ന ദേശം പുറപ്പാട് 3:18, 13:5, യെഹെസ്കേൽ 20:6 അതിൻ്റെ സൂചനകളുണ്ട്. സമൃദ്ധിയുടെ ദേശം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത്രേ ഉള്ളൂ. രക്ഷയുടെ കൃപാവരം പ്രതീക്ഷിച്ച് കഴിയുന്ന ജനത്തിന് എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം ഉദ്ബോധിപ്പിച്ചു പോന്നു. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പക്ഷക്കാർ, കണിശക്കാർ ആയിരുന്നു. വിശ്വാസം കണിശമായി അവർ ജനത്തെ പഠിപ്പിച്ചു. അവരാവശ്യപ്പെട്ടു. മിശിഹായെ പ്രതീക്ഷിച്ച് ജീവിക്കാൻ പ്രവാചകന്മാർ ആവശ്യപ്പെട്ടു. മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കണം. ഈ പ്രവാചകന്മാർ വരാനുള്ള യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത് മുഴുവൻ. പഴയ നിയമം മുഴുവനായും യേശുവിനെ ഉന്മുഖമാക്കിയാണ് സംസാരിക്കുന്നത്. ഒരു സംശയമില്ല കാര്യത്തിന്. ന്യായപ്രമാണം കൊടുത്തതും പാപം എന്താണെന്ന് ബോധ്യപ്പെടുത്താനാണ്. പാപം ചെയ്തു പോകാനുള്ള വഴി രക്ഷകനായ യേശുവിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതാണ് ന്യായപ്രമാണം. അതായത് വരാനുള്ള നന്മകളുടെ അടിസ്ഥാനമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നു. വരാനുള്ള നന്മകളുടെ നിഴലായിട്ട് അതിനെ കണക്കാക്കണം. പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു. പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിവാകുന്നു. പഴയ നിയമ ഗ്രന്ഥങ്ങൾ പുതിയ ദൈവത്തിലാണ് അവിടെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. പഴയ നിയമത്തിൽ നിന്നാണ് പുതിയ നിയമം വരുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ പറയാം. പഴയ ഇസ്രായേലിൻ്റെ കണ്ടിന്യൂഷനാണ് പുതിയ ഇസ്രായേൽ. പഴയ നിയമ ഇസ്രായേലിനും പുതിയ നിയമ ഇസ്രായേലിനും വേർതിരിച്ചങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഈ നിയമത്തിൽ വരുമ്പോൾ ചില വ്യതിയാനങ്ങൾ വരുന്നുണ്ട് എന്നല്ലാതെ ആ കുരു വിത്ത് ഒരിക്കലും മാറുന്നില്ലല്ലോ. അത് നാം മനസ്സിലാക്കണം. തിരുമേനിയ പറഞ്ഞതിൽ ഈ കാര്യങ്ങൾ തിരുമേനി അത് വ്യക്തമായിട്ട് സൂചിപ്പിച്ചില്ല. വാഗ്ദത്ത നാട് എന്ന പേര് വേദോസ്തത്തിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇസ്രായേൽ രാജ്യം മുഴുവൻ അവർക്ക് കൊടുക്കാഞ്ഞെന്താ? അവർക്ക് കൊടുത്തല്ലോ. അത് വ്യക്തമായിട്ട് വേദോസ്തത്തിൽ പറയുന്നുണ്ട്.
ആവർത്തന 7-ാം അധ്യായത്തിൽ നീ കൈവശമാക്കുവാനെത്തുന്ന സ്ഥലത്ത് നിന്നെ പ്രവേശിപ്പിക്കുകയും നിന്നേക്കാൾ ബഹുലതയും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗർഗശർ, അമാലേക്യർ, അമോര്യർ, കനാന്യർ, പെരിസർ, ഹിവ്യർ, എബ്യൂസർ എന്നീ 7 ജാതികളെ നിന്റെ മുന്നിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിശേഷം നശിപ്പിക്കണം. അവരെ നീ നശിപ്പിക്കണം. കാരണം അവർ നീതി നിമിത്തമല്ല അവിടെ ജീവിച്ചിരുന്നത്. നീതിയില്ല അവരുടെ ഭാഗത്ത്. അവർ ചെയ്ത ദുഷ്ടത നിമിത്തമാണ് അവരെ അവിടെ നിന്നും തോൽപ്പിച്ച് മാറ്റിക്കളയാൻ ഇവർക്ക് നിർദ്ദേശം കൊടുത്തത്. അവർ നല്ലവരെ ചോദിച്ചെങ്കിൽ അവരെ അവിടെ നിന്നും മാറ്റി നല്ലൊരു സ്ഥലത്ത് അവർ പകരം കൊടുക്കുമായിരുന്നു. അവർ ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ ആരാധിച്ചു. അതുപോലെ തന്നെ അമാലേക്കർ മലന്മാരായിരുന്നു നമുക്കറിയാം. പക്ഷേ അവയൊക്കെ അവിടുന്ന് മാറ്റി ചിലർ കൊന്നു. സൃഷ്ടിച്ച യഹോവയ്ക്ക് കൊല്ലാനധികാരമുണ്ട്. അത് നമ്മൾ ദൈവത്തിൻ്റെ അധികാരത്തിൽ ചോദിക്കാൻ നമ്മളാരുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് പാതാളത്തിൽ ചെന്ന് അവരോട് പ്രസംഗിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചെന്ന്. ഒരു സന്ദർഭം അവർ കൊടുക്കുന്നുണ്ട് രക്ഷപ്രാപിപ്പാൻ. ഒരു മതത്തിലും ഇതില്ല. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവരെ കൊല്ലിച്ചെങ്കിലും അല്ലെങ്കിൽ കൊന്നെങ്കിലും അവർക്ക് രക്ഷ പ്രാപിക്കാനുള്ള മാർഗം പിന്നെയും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരായി നിന്ന ആളുകളൊക്കെ അവിടുന്ന് മാറ്റി. വീണ്ടും ആവർത്തനം 9:6 വായിക്കുമ്പോൾ ആയാൽ നിന്റെ ദൈവമായ കർത്താവിന് നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് പോലെ നിന്റെ നീതിനിമിത്തം അല്ലെന്ന് നീ അറിഞ്ഞുകൊള്ളണം. നീ ദുശാഠ്യമുള്ള ജനമാകും. നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ കർത്താവിനെ കോപിപ്പിച്ചു എന്ന് ഓർക്കുക, മറന്നു കളയരുത്. മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വരുന്നതുവരെയും നിങ്ങൾ ദൈവത്തോട് മത്സരിച്ചു. ഹോറേബിൽ നിങ്ങൾ ദൈവത്തെ കോപിപ്പിച്ചു. അതുകൊണ്ട് താൻ നിങ്ങളെ നശിപ്പിക്കത്തക്കവണ്ണം നിങ്ങളോട് കോപിച്ചു. പിന്നെ അവസാനം വരുമ്പോൾ ആ പ്രദേശം അവർക്ക് കൊടുക്കുന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് താഴോട്ട് വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ ദേശം അവർക്ക് ഞാൻ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് ചെയ്ത വാഗ്ദത്തം, പ്രവാചകന്മാർ വഴി കൊടുത്ത വാഗ്ദത്തം നിറവേറ്റാണ്. അത് വാഗ്ദത്തമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കൊടുക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ ദീർഘമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല, സമയം വൈകും. എനിക്കത് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. പിന്നെ യഹൂദന്മാരുടെ പെസഹ കർത്താവ് ആഘോഷിച്ചെങ്കിൽ നമുക്കും ആഘോഷിക്കാൻ പാടില്ലേ? നമ്മൾ പെസഹ ദിവസം കൽത്തപ്പം ഉണ്ടാക്കും, കുരിശപ്പം ഉണ്ടാക്കും. ആ കൽത്തപ്പം എപ്പോഴും പഴയ നിയമ പെസഹയാണ് സൂചിപ്പിക്കുന്നത്. കുരിശപ്പം പുതിയ നിയമ പെസഹയായ വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനം യെരൂശലേം ദേവാലയത്തെ പറ്റി കർത്താവ് പറയുന്നില്ലേ? പിന്നെ നമ്മൾ അതിൽ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. യഹൂദന്മാരുടെ ഒരു ദേവാലയമുള്ളൂ, ബാക്കിയൊക്കെ സിനഗോഗുകളാണ്. ആ ദേവാലയത്തിൽ കർത്താവ് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവോട് പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. രക്തബലി നിർത്തുന്നത് വരെ ദൈവം അരുളി ചെയ്തതാണ് ഈ രക്തബലി നടത്താനായിട്ട്. അതിൽ യേശു സംബന്ധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ രക്തബലി നിർത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ രക്തബലിയെ പറ്റിയൊക്കെ സംബന്ധിച്ചുള്ള പഠിപ്പിക്കൽ നമ്മുടെ സഭയ്ക്കില്ല. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എനിക്ക് തിരുമേനി ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ കർത്താവിൻ്റെ അഹറോവിൻ്റെ പൗരോഹിത്യം ഉണ്ടായിരുന്നു. അഹറോവിൻ്റെ പൗരോഹിത്യം അവർ സ്വീകരിച്ചിരുന്നു. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ തിരുമേനിക്കതറിയാം. അഹറോവിൻ്റെ പൗരോഹിത്യം ഇല്ലെങ്കിൽ അവന് രക്തബലി അർപ്പിക്കാൻ പറ്റൂല. സംശയമില്ലാത്ത കാര്യമല്ലേ? അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് മൽക്കീസേദെക്കിൻ്റെ ക്രമവും അഹറോവിൻ്റെ ശുശ്രൂഷയും നടത്തുന്നു. അവൻ്റെ അംശവസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നു. തിരുമേനിയും ധരിക്കുന്ന അംശവസ്ത്രം കുർബാനയ്ക്ക് ധരിക്കുന്നതൊക്കെ അഹറോവിൻ്റെ അംശവസ്ത്രമല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ പഴയ ഇസ്രായേലിനെ തള്ളിക്കളയാൻ പറ്റൂല. അപ്പോൾ അഹറോവിൻ്റെ പൗരോഹിത്യവും മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യവും കർത്താവിൽ സമഞ്ജസമായി സമ്മേളിച്ചിരുന്നു. ആ രണ്ടും കർത്താവിലുണ്ട്. ആ രണ്ട് പൗരോഹിത്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.
അതുകൊണ്ടാണ് നമുക്ക് ഈ അഹറോൻ്റെ ശുശ്രൂഷ നടത്താനൊക്കെ സാധിക്കുന്നു, മൽക്കീസേദെക്കിൻ്റെ ക്രമം നടത്താനൊക്കെ സാധിക്കുന്നു. അപ്പോൾ ഒരിക്കലും നമുക്ക് പഴയ ഇസ്രായേലിനെ തള്ളിക്കളയാൻ പറ്റില്ല. പുതിയ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയി എന്ന് പൗലോസ്ലീഹ പറയുന്നു മാനസാന്തരത്തെ പറ്റിയാണ്, അല്ലാണ്ട് പുതിയ ഇസ്രായേലിനെ പറ്റിയല്ല. ഇസ്രായേലിനെ പറ്റി ഒരു കമ്പയർ ചെയ്ത് പൗലോസ് പറയുന്നില്ല. പൗലോസ് എപ്പോഴും പഴയ നിയമ ഇസ്രായേലിന് ബഹുമാനവും പ്രാധാന്യവും കൊടുക്കുന്നുണ്ട്. പക്ഷേ പരിച്ഛേദന മാറി മാമോദീസയിലേക്ക് വന്നു, അതൊക്കെ വിശദമായിട്ട് പല ലേഖനങ്ങളിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന രക്തബലി മാറി രക്താർപ്പിതമല്ലാത്ത പുതിയ നിയമബലി കർത്താവ് സ്ഥാപിച്ചു. അത് പഴയതിനേക്കാൾ കൂടുതൽ ഫലവത്താണ്, ശ്രേഷ്ഠമാണ്, അർത്ഥവത്താണ്. അത് പഴയതിൻ്റെ പൂർത്തീകരണം പുതിയ നിയമത്തിലല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമുക്ക് അത് ഒരിക്കലും മറന്നു കളയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, തിരുമേനി എപ്പോഴും അവരുടെ ദൈവമായ യഹോവ, അതെന്തെങ്കിലും ആവട്ടെ, തിരുമേനി യഹോവയെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയം തോന്നി പോകുന്നു. എങ്ങനെയെങ്കിലും ആവട്ടെ, യഹോവയും യേശുക്രിസ്തുവും രണ്ട് ദൈവങ്ങളായി ചിത്രീകരിക്കുന്ന പോലെ തോന്നുന്നു. യേശുക്രിസ്തു പറയുന്ന അനുസരിക്കുക, യേശുക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, ഇസ്രായേലിനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ഇസ്രായേലിൻ്റെ ദൈവം ആദ്യം സ്വീകരിച്ചത് തന്നെ അവർ ഏകദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അബ്രഹാമൊക്കെ ഹാരായിൽ നിന്ന് അബ്രഹാം ദൈവവിളി അനുസരിച്ച് പുറപ്പെടുമ്പോൾ അത് പുറപ്പെടുന്നത് BC 1921 കാനാനിലേക്ക് പുറപ്പെട്ടത്. BC 1921 അബ്രഹാം ഹാരാനിൽ നിന്നും പുറപ്പെട്ടു പോരുന്നു. ബാബിലോണിലെ കൽദായ ദേശത്ത് പുറപ്പെട്ട് ഹാരാനിലേക്ക് വന്നു. അവനെ ദൈവം വേണ്ടതുപോലെയൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ്. അവനോട് വാഗ്ദത്തം ചെയ്തു, നിന്റെ സന്തതിയിൽ കൂടി ലോകം രക്ഷിക്കപ്പെടുമെന്ന്. അപ്പോൾ ഇസ്രായേലിൽ തിരഞ്ഞെടുത്ത് ഇസ്രായേലിൽ കൂടി മറ്റുള്ളവർ രക്ഷ പ്രാപിക്കണമെന്നാണ് ഉദ്ദേശിച്ച. പക്ഷേ കാര്യങ്ങളൊന്നും അതുപോലെ നടന്നില്ല. ഇപ്പോഴും അവർ മെശിയ വന്നു കഴിഞ്ഞെങ്കിൽ അവർ വിശ്വസിക്കുന്നില്ല. റോമാ സാമ്രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്ന് യഹൂദ രാജ്യത്തെ അല്ലെങ്കിൽ യഹൂദ ജനതയെ രക്ഷിച്ച് സമ്പുഷ്ടമാക്കി ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുമെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു. അത് അവരുടെ അറിവില്ലായ്മ എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, യഹോവ പിതാവും പുത്രൻ യേശുക്രിസ്തു ആകുമ്പോൾ യഹോവ പറയുന്നത് പുത്രനിൽ കൂടിയാണ്. അന്ന് പഴയ നിയമത്തിൽ മുഴുവൻ യഹോവയാണ് സംസാരിച്ചത്. പുതിയ യേശുക്രിസ്തു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥം വരത്തക്ക രീതിയിൽ തിരുമേനി സംസാരിക്കുന്നുണ്ട്. അത് പലരും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിതാവ് സംസാരിക്കുന്നത് പുത്രനിൽ കൂടിയാണ്. പിതാവ് ചെയ്യുന്നതേ പുത്രന് ചെയ്യാൻ പറ്റുള്ളൂ, പിതാവ് പറയുന്നതേ പുത്രനിൽ പറയാൻ പറ്റുള്ളൂ. പിതാവ് എന്നിൽ വസിച്ച് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവരും എൻ്റെ അടുക്കൽ വരാൻ പറ്റില്ല. എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താനും സാധ്യമല്ല. അപ്പം പിതാവിൻ്റെ വചനമാണ് പുത്രൻ. പിതാവിൻ്റെ മനസ്സിൽ ജനിക്കുന്ന വചനം വായിൽ കൂടി പുറത്തു വരുന്നതാണ് പുത്രൻ. അപ്പോൾ പുത്രനെ കൂടിയാതെ ഒന്നും അവന് സംസാരിക്കാൻ പറ്റില്ല. പഴയ വിധത്തിൽ അവൻ പറഞ്ഞത് മുഴുവൻ യേശുവിൽ കൂടിയാണ്, വചനത്തിൽ കൂടിയാണ്. അന്ന് വചനം എന്നാ പേര് യേശു എന്നല്ല തോന്നുന്നു. അപ്പം അന്ന് പറഞ്ഞത് മുഴുവൻ പുതിയ ജീവിതത്തിൽ ഒരു യേശു മാറ്റി പറയോ? ഒരിക്കലുമില്ല, പറയാൻ പറ്റില്ലല്ലോ. പുതിയ ജീവിതത്തിൽ യേശു പറയുന്നത് പിതാവ് പറഞ്ഞു കൊടുക്കുന്ന പിതാവിനെ കേട്ടതാണ് ഈ പുതിയ ജീവിതത്തിലും യേശു പറയുന്നത്. അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ദൃഢമാണ് അതെന്ന് ഒരിക്കലും നമുക്ക് അകറ്റി കളയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് അതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക. വിശുദ്ധ തൃത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇളകി പോകുമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം എന്ന് പറയാൻ. അപ്പോൾ ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ ക്രിസ്തു പിതാവിനോട് പറയുന്ന പരിശുദ്ധമായി കൂടെയുണ്ട്. പഴയ ജീവിതത്തിൽ അത് തന്നെ പറഞ്ഞേ. പക്ഷെ പഴയ നിയമം മുഴുവൻ ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. രക്തബലികൾ രക്തരഹിത ബലി അല്ലെങ്കിൽ രക്താർപ്പിതമല്ലാത്ത ബലിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിൽ കൂടി രക്ഷയുള്ളൂ. രക്തബലിയിൽ കൂടി ആർക്കും രക്ഷയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തിരുമേനി പറഞ്ഞതിനോട് അതൊരു വിയോജിപ്പ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തിരുമേനി ഞാൻ മറ്റു തരത്തിൽ പരാമർശിക്കുന്നതല്ല. പഴയതിനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മറക്കാൻ പറ്റില്ല.
ഒന്നാമത്തെ വാഗ്ദത്ത നാടുണ്ട്. പുതിയ നിയമം പറയുന്ന മുഴുവൻ പഴയ നിയമത്തിൽ അന്തർഭവിച്ചിരുന്നു. അത് വെളിവാക്കപ്പെടുന്നതാണ് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിലുള്ള പറഞ്ഞിരുന്നു, പുതിയ നിയമത്തിൽ വെളിയാക്കപ്പെടുന്നു. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, തിരുവേനിക്കറിയാം. തിരുവേനിക്ക് പറഞ്ഞാൽ അല്പം ചില വ്യത്യാസങ്ങൾ വന്നു പോയിട്ടുണ്ട്. മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ പിതാവ് പറയുന്നതിനാണ് പുത്രൻ്റെ പഴയ നിയമത്തിൽ പറയുന്നത്, പുതിയ നിയമത്തിൽ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അല്ല ഇസ്രായേൽ ജനത്തെ ഞാൻ മുഴുവൻ അനുകൂലിക്കുന്നൊന്നോ എതിർക്കുന്നൊന്നോ അതിനർത്ഥമല്ല. അവരാരോടെങ്കിലും യുദ്ധം ചെയ്യട്ടെ. യുദ്ധം ചെയ്യുന്നത് ആര് യുദ്ധം ചെയ്താലും സമാധാനം ഇല്ലാതാക്കുകയാണ്. അത് നമുക്ക് പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഞാനൊന്ന് പരാമർശിച്ചെന്ന് മാത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.